ഇലക്ഷനിൽ തോറ്റ ഒരാൾക്ക് ഇങ്ങനെ ഭ്രാന്താവോ? ആവോ? ആ 33 കൊല്ലം MLA ഒക്കെ ആയി ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടായിരിക്കും. അത് മാത്രല്ല, ഈ 33 വർഷത്തിനിടയ്ക്ക് ഇപ്പറയുന്ന MLA എന്തൊക്കെ ഉണ്ടാക്കിയെന്നാ. വീട്ടിൽ എങ്ങനെയാ കാരണന്മാര് പഠിപ്പിച്ചുവിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചുവിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാര് നന്നായാലും മക്കള് നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. ചില്ലറ വല്ലതും ആണോ? പോലീസ് സ്റ്റേഷൻ, 110 kV സബ് സ്റ്റേഷൻ, സബ് കളക്ടർ ഓഫീസ്, ട്രഷറി, ഫയർ സ്റ്റേഷൻ, എന്തോ ഒന്ന് വിട്ടുപോയാൽ, ആ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇതിന്റെ ഒക്കെ തേപ്പും വാർപ്പും കോൺക്രീറ്റും ടൈൽസ് ഇടലും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. പണം മുടക്കിയത് പുള്ളിയുടെ കുടുംബ സ്വത്തിൽ നിന്ന്. ആരെക്കുറിച്ചാണ് പറയുന്നതാണല്ലേ? നമ്മുടെ പൂഞ്ഞാറുകാരുടെ കണ്ണിനുണ്ണി PC ജോർജേട്ടൻ. PC ജോർജേട്ടന്റെ ഒരു ഓഡിയല്ലേ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറല്, നിങ്ങൾ കേട്ടില്ലേ? അയ്യോ, ഒന്ന് കേക്കണ്ട സാധനം അത്. ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ഒരാഴ്ച ചിരി നിർത്താൻ പറ്റില്ല, അമ്മാതിരി ഓടിയല്ലേ. നമ്മുടെ കൊയിലാണ്ടിക്കാരൻ സിറാജേട്ടൻ വെറുതെ ഒന്ന് വിളിച്ചു ചോദിച്ചതാ, അല്ല PC ചേട്ടാ, നിങ്ങളെ ആരാ തുപ്പിയത്? സത്യം പറ, വോട്ട് ചോദിക്കാൻ പോയ ഏത് പണ്ഡിതനാണ് നിങ്ങളെ വിളിച്ചു നിർത്തി തുപ്പി കുളിപ്പിച്ചത്? അത് പറ, നമുക്ക് പോയി അടിക്കാം. അത് പറഞ്ഞപ്പോ PC ചേട്ടൻ നൈസായിട്ടൊന്ന് ട്രാക്ക് മാറ്റി. അല്ല, തുപ്പിയതല്ല, ഊതുമ്പോ തുപ്പൽ തെറിക്കുമല്ലോ, അങ്ങനെ ആ വഴിക്ക് വന്ന് തുപ്പൽ എവിടെയോ വീണു. പക്ഷെ ഞാൻ പോയി കുടിച്ച്. പക്ഷെ സിറാജേട്ടൻ മതിയാക്കിയില്ല. എന്നാലും ഒരെലക്ഷനിൽ തോറ്റു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നത് മോശമല്ലേ PC ചേട്ടാ? ഞാൻ ആക്ഷേപിക്കുന്നു. ഇതൊക്കെ ഞാൻ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും ആ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾ എന്നെ തോപ്പിച്ചില്ലേ? അപ്പം ഞാൻ ചെയ്യും. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എവിടെയാണെന്നറിയോ? നീ എൻ്റെ ഡബർ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് കൊണ്ട് മായിച്ചല്ലേ, നിന്റെ പെൻസിൽ ഞാൻ ഒടിക്കും. അതാണ് PC ചേട്ടനും ചെയ്യുന്നത്. ഒരെലക്ഷന് PC ചേട്ടൻ തോറ്റു, അതുകൊണ്ട് തോപ്പിച്ച ജനങ്ങൾക്കെതിരെ PC ചേട്ടൻ ശക്തമായി തിരിച്ചടിക്കും. ഇതേപോലെ 140 നിയോജക മണ്ഡലത്തിലെ തോറ്റ സ്ഥാനാർത്ഥികളും വിചാരിച്ച കേരളം ഒരാഴ്ച കൊണ്ട് കുട്ടിച്ചോറാവും. എന്നാലും ആ സുരേഷ് ഗോപി ചേട്ടനൊക്കെ നമിക്കണം. കോട്ടിട്ട് കോടികളാണ് വാരിക്കോരി നാട്ടുകാർക്ക് കൊടുത്തത്. എന്നിട്ട് ഒരു വോട്ട്, ഒരു തൃശ്ശൂരല്ലേ ആ മനുഷ്യൻ ചോദിച്ചത്, കൊടുത്തോ? ഒരു 10 വോട്ട് പോലും കൊടുത്തില്ല. കഷ്ടം. അക്കണക്കിന് സുരേഷ് ഏട്ടനൊക്കെ പ്രതികാരം ചെയ്യാൻ പോയാ എന്നേ ഈ നാട് കുളം കോരിയനെ. കണ്ട് വടിക്ക് PC ചേട്ടാ. 1987 ഇലക്ഷനില് PC ചേട്ടൻ ഇതുപോലൊന്ന് തോറ്റതാ. പക്ഷെ അന്ന് PC ചേട്ടൻ ആരെയും പഴിച്ചില്ല, പ്രതികാരം ചെയ്യാനും പോയില്ല. എന്താ? അന്ന് PC ചേട്ടനെ തോപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിലൊരു ചേരിതിരിവുണ്ടാക്കി ഒരു വിഭാഗത്തിനെ മാത്രം പരാമർശിക്കാൻ PC ചേട്ടനെ കൊണ്ട് സാധിച്ചില്ല. അല്ല, PC ചേട്ടൻ ഏത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നാലും, ഏത് ഇന്റർവ്യൂവിൽ വന്നിരുന്നാലും, ഏത് ഓഡിയോ ക്ലിപ്പ് തുടങ്ങിയാലും ഫസ്റ്റ് പറയുന്ന വാക്കിതാ, ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ വളർന്നവനാണ്. അതെ, അത് തന്നെയാണ് PC ചേട്ടന്റെ അസഹിഷ്ണുതയും. PC ചേട്ടൻ മുസ്ലിങ്ങളുടെ ഇടയിൽ വളർന്ന് ബോറടിച്ചു. അതുകൊണ്ട് നമുക്കിനി ഇടയിൽ വളരാൻ മുസ്ലിങ്ങൾ വേണ്ട, നമുക്ക് അവരെ തുരത്തി ഓടിക്കണം. കേരളത്തിൽ ഇനി മുസ്ലിങ്ങൾ വേണ്ട. പക്ഷെ കേരളത്തിൽ നിന്ന് സംഘികളെ തൂത്തുവാരി പൂജയാക്കിയതുപോലെ അത്ര എളുപ്പമല്ല PC ചേട്ടാ അങ്ങനെ ഒരു സമുദായത്തെ കെട്ടുകെട്ടിക്കാന്ന് പറയുന്നത്. മോശല്ലേ? അല്ല, ഏത് സമുദായത്തെ ആണെങ്കിലും ചേരിതിരിവുണ്ടാക്കി അവരെ സംഘം ചേർന്ന് ആക്രമിച്ച് ഓടിക്കുക, പഴിക്കുക, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരുമാതിരി വൃത്തികെട്ട ഏർപ്പാടാണ്. നമുക്കത് വേണ്ട, മാറ്റി പിടിക്കാം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാ കർത്താവ് പോലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിനെ പറഞ്ഞപ്പോഴാ നമ്മുടെ നാദിർഷ ഒരു പടം ഇറക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടിക്കതച്ച് വന്നതാ ടിവിയുടെ മുമ്പിൽ. ഞാൻ ഇറക്കിക്കില്ല, ഈശോ എന്ന പടം കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടില്ല. എന്നിട്ട് ഇപ്പതാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, ഈശോ എന്ന പടം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ബുക്ക് ചെയ്യും. ദതാണ്. എന്തൊരു നിലപാടാണ് എൻ്റെ PC ചേട്ടാ. ഒന്നില്ലെങ്കിലും ഒരു മാസമെങ്കിലും പറഞ്ഞ വാക്കിൽ പിടിച്ചു നിൽക്കണ്ടേ? ഇത് 15 ദിവസം തികയുന്നതിന് മുമ്പ് മാറ്റി പറഞ്ഞ മോശല്ലേ? നാട്ടുകാർ വിചാരിക്കില്ലേ ഒരു നിലപാടും വെളിവും ഇല്ലാത്ത മനുഷ്യനാണ് നിങ്ങളെന്ന്? അല്ല, അതിപ്പോ ഏറെക്കുറെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പൊ തക്കാളിക്കുള്ള മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് PC ചേട്ടന്റെ തമാശകൾക്കാ. വല്ലാത്ത മാർക്കറ്റ് അല്ലയോ? ഇങ്ങനെ ചിരിപ്പിക്കരുത് കേട്ടോ. പക്ഷെ തൊലിക്കട്ടി ആ ദാഭാരം തന്നെ. ഈ അടുത്തിടെയുള്ള കണക്കനുസരിച്ച് കണ്ടാമൃഗം വരെ തോറ്റു പോകുന്നതാണ് റിപ്പോർട്ട്. എന്തൊരു തൊലിക്കട്ടിയാ! വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവന്മാർ തന്നെ. മുസ്ലിങ്ങൾ ഫുള്ളും വൃത്തികെട്ടവന്മാരാണ്. അപ്പോൾ ചോദിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഫുള്ള് വൃത്തികെട്ടവന്മാരാണോ എന്നാണ്. അത് പറയില്ല. പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾ, എന്നെ തോപ്പിച്ച പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾ ഫുള്ള് വൃത്തികെട്ടവന്മാരാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം.
33 വർഷത്തെ MLA പാരമ്പര്യത്തിന് ശേഷം ഈ PC ചേട്ടൻ എങ്ങനെയാ തോറ്റത് പൂഞ്ഞാറില്? നമ്മുടെ കേരളം കത്തിക്കാൻ BJPക്കാർ സർവോപരി സംഘികൾ ഒരു വിഷയവും പൊക്കിപ്പിടിച്ച് വന്നു. നമ്മുടെ ശബരിമല സബ്ജക്ട് തന്നെ. ആ വിഷയം വന്ന പാതി നമ്മുടെ രാജഗോപാലേട്ടനെ അകമ്പടിയോടെ കറുത്ത കാഷായ വസ്ത്രം ഇട്ട് നിയമസഭയിൽ വന്ന് PC ചേട്ടൻ അങ്ങിരുന്നു. അതോടെ പൂഞ്ഞാറിലെ ആൾക്കാർക്ക് മനസ്സിലായി ഇവന്റെ ഉള്ളിലുള്ളത് അത്ര ശരിയല്ലാന്ന്. അതോടെ പൂഞ്ഞാറുകാർ മാറ്റിക്കുത്തി. സ്വാഭാവികം, അല്ലെങ്കിലും ജനാധിപത്യ രാഷ്ട്രമല്ലേ PC ചേട്ടാ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇനി എത്ര തോൽവി PC ചേട്ടൻ കാണാൻ കിടക്കുന്നു. ഇങ്ങനെ ആത്മരോഷം കൊള്ളല്ലേ എന്റെ പൊന്നു PC ചേട്ടാ. PC ചേട്ടൻ ഇപ്പൊ പാണം പാട്ട് പാടുന്നത് സംഖ്യകൾക്കാണ്. കൈകൊട്ടി ഒപ്പനയൊക്കെ നടക്കുന്നുണ്ട്. മോദിയും അമിത്ഷായാണ് നടക്ക്. മിനിമം ഒരു കേന്ദ്രമന്ത്രിയെങ്കിലും ആവാം എന്നുള്ള മോഹം ഉള്ളിൽ വെച്ചാണ് PC ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കേരളത്തിലുള്ള മയിൽക്കുറ്റികൾക്ക് വരെ അറിയാം. അതുകൊണ്ട് സംഖ്യകളൊന്ന് സൂക്ഷിച്ചോ. നാളെ മോദിജി ഇത് മാറ്റി ചിന്തിച്ച പിന്നെ തെറിവിളി നിങ്ങൾക്ക് നേരെയായിരിക്കും. മോദിയും വിളിക്കും, അമിത്ഷായും വിളിക്കും, സർവ്വസംഖ്യകളെയും വിളിക്കും. ജാഗ്രത.